അല്ല കുറച്ച് നല്ലൊരു റോള്, അതായത് ഓക്കെ ആയിട്ടുള്ള, കേൾക്കുമ്പോ തന്നെ ഇത് ഓക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് ഉണ്ടായാൽ മതി ആ ഒരു കഥാപാത്രം നല്ല രീതിയിൽ അതിപ്പം അത് മാത്രല്ല, ഡാൻസിന്റെ കാര്യത്തിലായാലും സോങ്സ് ഇഷ്ടമാണ്. സോ വന്നു കഴിഞ്ഞാൽ ചെയ്യൂലാണ് ഞാൻ ഇഷ്ടമാണ്. ഐറ്റം ഡാൻസിനാണ് ഏറ്റവും റേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും എമൗണ്ട് കിട്ടുന്ന ഐറ്റം ഡാൻസ്. എമൗണ്ടിന്റെ കാര്യം മാത്രമല്ല, അത് വേണ്ടേ, ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ തയ്യാറാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് അതിനുള്ള ശമ്പളം കിട്ടണം, അത് നോർമലാണ്. അതല്ല, എനിക്ക് സമന്ത ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പുഷ്പയില്. അതിനുശേഷമാണ് ഈ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന് മുമ്പൊക്കെ ഐറ്റം ഡാൻസ് വേറെ എന്തോ ആണെന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ. പക്ഷെ അതെന്താന്നറിയോ, അതൊക്കെ ഫേമസ് ആയി കഴിഞ്ഞാലേ നിങ്ങളെ വിളിക്കുള്ള ഐറ്റം ഡാൻസ്. അതെ, അല്ല ഞാൻ നോർമലി പറഞ്ഞതാണ്. അപ്പൊ അതിനുശേഷമാണ് എന്താ ആർക്കും ചെയ്യാം ഡാൻസ് എന്ന്, ഒരു മൂവിക്ക് ഒരു ഡാൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാം. എപ്പോഴും അത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന് വിളിക്കുള്ളൂ ഐറ്റം ഡാൻസ്. അല്ലാതെ പുതിയ ആളെ വിളിച്ചിട്ട് കാര്യമില്ല. അവർക്ക് സ്നേഹ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു. അപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്? നാട്ടുകാർ സപ്പോർട്ട് ഉണ്ടോ? നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല. ടു ബി ഹോണസ്റ്റ്, സത്യമായിട്ട് പറയാണ്, എനിക്കറിയില്ല. അവർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവാം. എന്റെ അടുത്ത് ആരും വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി വന്നിട്ട് നീ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ നീ ചെയ്ത ശരിയാണ്, നീ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊന്നും ഇന്ന് വരാനും പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എന്റെ ലൈഫ് നോക്കി പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാറില്ല, ഞാൻ കേട്ടിട്ടില്ല. വീട്ടിലും അച്ഛനും അമ്മക്കൊക്കെ, അച്ഛൻ അമ്മ അനിയൻ 100% സപ്പോർട്ട്. അവരാണ് ശരിക്കും എന്നെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും സ്നേഹ പേടിയാണ്. വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും പേടിയാണ്. എതിർപ്പൊന്നും അത് അറിയില്ല, ഞാൻ അറിയാതെ പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് വീട്ടുകാര്, അതായത് അച്ഛനമ്മ അല്ലാതെ കുടുംബക്കാരായാലും നാട്ടുകാരായാലും ഇല്ല, നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെ പറയുന്നുണ്ടോ, ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയാം. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും? നിർത്തി പോവോ? ഇല്ല ഇല്ല, അത് ഇതിലെ കിട്ടില്ലേ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ജീവിതകാലം മുഴുവൻ സിനിമയിൽ തന്നെ നിൽക്കാനാണോ താല്പര്യം? അതോ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി നല്ലൊരു കുടുംബജീവിതം കഴിച്ച് അങ്ങനെ മുന്നോട്ട്? പല നടിമാരും അങ്ങനെയാണല്ലോ, കുറച്ച് ഒരു ലെവലെത്തി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നതിന് ശേഷം നല്ലൊരു അമേരിക്കയിലോ അവിടെയൊക്കെയുള്ള ഒരു ഭർത്താവിനെ, പല നടിമാരും അങ്ങനെയാണല്ലോ, അവർ വിദേശത്തേക്ക് പോകുന്നു. ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി മാത്രമാണ് പലരും സിനിമയിലേക്ക് വരുന്നത്. അതുപോലെയാണോ? അല്ല, ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെയുള്ള ഒരു പാർട്ട്ണറെയാണ് വേണ്ടത്. ഇപ്പൊ ലൈഫ് ലോങ് സിനിമയിൽ നിൽക്കണം. ജനങ്ങളുടെ കഷ്ടകാലമാണല്ലോ. ആദ്യം ഞാനൊന്ന് വന്ന് നോക്കിട്ട് എന്നിട്ടുള്ള കഷ്ടകാലാണോ നല്ല കാലാണോ? നല്ല കാലം തന്നെയാണ്, ഞാൻ തമാശ പറഞ്ഞത്. എന്തായാലും ജനങ്ങൾ സന്തോഷിക്കട്ടെ, സ്നേഹം വന്നിട്ട്. അതെന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സന്തോഷിക്കും.